പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്ന് ഒരു കഥ കേട്ടാലോ? കൊക്കും ചെന്നായും. അപ്പോ നമുക്ക് കഥ കേൾക്കാം. ഒരു ദിവസം ഒരു ചെന്നായ ഭക്ഷണം തേടി അലയുകയായിരുന്നു. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, ഒരിടത്ത് അവൻ ധാരാളം ഭക്ഷണം കണ്ടെത്തി. ധാരാളം മാംസകഷ്ണങ്ങൾ. അവൻ്റെ വായിൽ വെള്ളമൂറി. അവൻ മാംസകഷ്ണങ്ങൾ രുചിയോടെ അകത്താക്കാൻ തുടങ്ങി. ഭക്ഷണം ആർക്കും പങ്കുവെച്ചു കൊടുക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. ആർത്തിയോടെ മാംസം ഭക്ഷിക്കുമ്പോൾ ഒരു എല്ലിൻ കഷ്ണം അവന്റെ തൊണ്ടയിൽ കുരുങ്ങി. എല്ലിൻ കഷ്ണം പുറത്തേക്ക് തുപ്പാൻ അവൻ ശ്രമിച്ചു നോക്കി. സാധിച്ചില്ല. അപ്പോൾ എല്ലിൻ കഷ്ണം അവൻ വിഴുങ്ങാൻ ശ്രമിച്ചു. സാധിച്ചില്ല. എന്തു ചെയ്തിട്ടും എല്ലിൻ കഷ്ണം പുറത്തേക്ക് എടുക്കാൻ അവന് കഴിഞ്ഞില്ല. അവന് ഭയം തോന്നി. ഈ എല്ലിൻ കഷ്ണം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്കൊന്നും തിന്നാൻ കഴിയുകയില്ല. അപ്പോൾ ഞാൻ വിശന്നു മരിക്കും. അവൻ ദുഃഖത്തോടെ ചിന്തിച്ചു. ആ നേരത്ത് അവൻ അടുത്തായി താമസിക്കുന്ന കൊക്കിനെ കുറിച്ച് ഓർത്തു. അവൻ ചിന്തിച്ചു, കൊക്കിനു നീണ്ട കൊക്കുണ്ട്. അവന് കൊക്കുകൊണ്ട് എൻ്റെ തൊണ്ടയിൽ കുരുങ്ങിയ എല്ലിൻ കഷ്ണം എടുക്കാൻ കഴിയും. അങ്ങനെ അവൻ കൊക്കിൻ്റെ അടുത്ത് ചെന്നു. കൊക്കിനോട് തൻ്റെ തൊണ്ടയിലെ എല്ലിൻ കഷ്ണം എടുത്തരണമെന്ന് അപേക്ഷിച്ചു. നല്ല പ്രതിഫലവും കൊടുക്കാമെന്ന് സമ്മതിച്ചു. നല്ലവനായ ആ കൊക്ക് ചെന്നായെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. അത് തൻ്റെ നീണ്ട കൊക്കുകൊണ്ട് ചെന്നായുടെ വായിലെ എല്ലിൻ കഷ്ണം എടുത്തു കൊടുത്തു. അതിനുശേഷം ചെന്നായ കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലത്തിന് ചോദിച്ചു. അപ്പോൾ ചെന്നായ പറഞ്ഞു, എൻ്റെ വായിൽ നിന്നും നിന്റെ തല തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. പ്രതിഫലം മറന്നേക്കൂ. പ്രിയമുള്ള കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായോ? ദുഷ്ടന്മാരിൽ നിന്ന് നന്ദി പ്രതീക്ഷിക്കരുത്.